മുത്തശ്ശി തിരികെ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആനന് ശരിക്കും വിഷമം തോന്നി. മുത്തശ്ശിയുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ എന്നോ നഷ്ടപ്പെട്ടു പോയ ആരുടെയൊക്കെ സ്നേഹം തിരികെ കിട്ടിയതുപോലെയായിരുന്നു. മുത്തശ്ശി പോയാൽ പിന്നെ താനും എവിടുന്ന് പോകണം? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ വീടും വീട്ടുകാരുമായി വല്ലാത്തൊരടുപ്പം തോന്നിയിരുന്നു. തന്നെ പൊക്കിക്കൊണ്ടുവന്ന അവന്മാരുമായി ആനന്ന് ഭയങ്കര കമ്പനിയാണ്. രണ്ടുപേരും ദേവിനെ പോലെയല്ല, നല്ല ജോളി ടൈപ്പാണ്. അതുകൊണ്ട് രണ്ടുപേരും അവൾക്ക് ആങ്ങളമാരെ പോലെയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ നേരം മുത്തശ്ശി ആനനെ ഒന്നുകൂടി ചേർത്ത് നിർത്തി മൂർത്താവിൽ ചുംബിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്, അന്ന് രണ്ടുപേരെ ഇതുപോലെ കാണണം, മുത്തശ്ശി ഇരുവരോടായി പറഞ്ഞു. ഇനി മുത്തശ്ശി ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് വന്നോളും. ദേവ് പറഞ്ഞത് കേട്ടതും ആൻ അവനെ ഒന്ന് നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? അന്നേരം ദേവൻ ആൻ കേൾക്കാൻ മാത്രം പാകത്തിൽ പറഞ്ഞു. എടാ, എൻ്റെ ബാഗ് ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? മുത്തശ്ശി തൻ്റെ ഡ്രസ്സ് അടക്കുന്ന ബാഗ് നോക്കി പറഞ്ഞതും ദേവ് വന്നു ദേവൻ്റെ മറുപടി. ഞാനാ മുത്തശ്ശി, എടുത്ത് വണ്ടി വെക്കട്ടെ? ദേവൻ പറഞ്ഞു. വേണ്ട, കൊണ്ടുപോയി അകത്ത് വെച്ചാൽ മതി, ഇത് ഞാൻ കൊണ്ടുപോകണില്ല. ഇനി വരുമ്പോൾ ഇതും തൂക്കി പിടിച്ച് വരണ്ടല്ലോ. ഡാ ശിവ, ഇതെൻ്റെ മുറിയിൽ കൊണ്ട് വെച്ചേക്ക് എന്ന് മുത്തശ്ശി പറഞ്ഞതും ദേവൻ എഞ്ചി കടിച്ചതുപോലെയായി. അത് കേട്ടതും ആനന് ചിരി വന്നു. ചിരി അടക്കി പിടിച്ച് ഒരുവിധം മുത്തശ്ശിയെ യാത്രയാക്കി. ശിവന്റെ കൂടെയായിരുന്നു മുത്തശ്ശിയുടെ യാത്ര. മുത്തശ്ശി പോയതും ദേവൻ ആനനെ നോക്കി പേടിപ്പിച്ചു. അതെ, മുത്തശ്ശി അങ്ങനെ പലതും പറയും, നീ അത് കാര്യമാക്കണ്ട. മറ്റന്നാൾ മോർണിംഗ് ഫ്ലൈറ്റിനെ നീ അങ്ങ് അമേരിക്കയിലേക്ക് പറക്കുന്നു. അമേരിക്കയിലേക്കോ? ഞാനോ? അവൻ പറഞ്ഞത് കേട്ടതും ആ ഞെട്ടിലൂടെ പറഞ്ഞു. അല്ല, ഞാൻ വാക്ക് പറഞ്ഞാലേ വാക്കായിരിക്കണം. അമേരിക്കയിൽ പോകാനേ പാസ്പോർട്ട് വേണ്ടേ? എനിക്ക് പാസ്പോർട്ടൊന്നും ഇല്ലെന്ന്. അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പെല്ലാം തുടങ്ങിക്കോ. അവിടെ തന്നെ നല്ലൊരു കോളേജിൽ തുടർ പഠനവും ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പപ്പയോ? പപ്പ നെക്സ്റ്റ് വീക്ക് വന്നോളൂ. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളും കൂടി വരുമോ? പിന്നെ ഹണിമൂണിന് പോകുവാണല്ലോ, ഒരുമിച്ച് പോകാൻ. പ്ലീസ്, എനിക്ക് അമേരിക്ക ഒന്നും വേണ്ട, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മതി. പറ്റില്ല, ക്രിസ്റ്റി നിന്നെയും അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്നുണ്ട്. നാട്ടിലായാൽ അവൻ്റെ കണ്ണിപ്പെടും. അതിനേക്കാൾ നല്ലത് US ആണ്. എന്നാലും നിങ്ങളെന്നെ പറഞ്ഞേക്കുവാണല്ലേ? ഞാൻ കരുതി പോവണ്ടെന്ന് പറയുമെന്ന്. ഓ പിന്നെ, നിന്നെയും കൊണ്ട് നടക്കാൻ എനിക്ക് വട്ടാണല്ലോ. നീ പോയിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു പൊളിക്കാൻ എന്നും പറഞ്ഞവൻ അവളുടെ ഭാര്യ മുഖം ശ്രദ്ധിക്കാതെ നടക്കാനൊരുങ്ങി. അതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി പറഞ്ഞു. പിന്നെ നാളത്തെ ദിവസം നിന്റെ ദിവസമാണ്. പോകുന്നതിന് മുൻപ് ഞാൻ നിനക്കൊരു കിടിലൻ ട്രീറ്റ് തരാൻ പോവുകയാണ്. നമുക്ക് രാവിലെ ഇടന്നിറങ്ങാം. ഇവിടെ അടുത്തൊരു ചർച്ചുണ്ട്. ദൂരയാത്ര പോകുമല്ലേ, കർത്താവിനോട് മുട്ടിപ്പായി അങ്ങ് പ്രാർത്ഥിച്ചേക്ക്. കൂട്ടത്തിൽ ഒന്നും കൂടി പ്രാർത്ഥിക്കണം, നമ്മൾ തമ്മിൽ ഒരിക്കൽ പോലും കാണാനിടയാവരുത് എന്ന്. അത് കഴിഞ്ഞ് നമുക്കൊരു സിനിമക്ക് പോവാം. സിനിമ കഴിഞ്ഞ് ലഞ്ച്, അതിനുശേഷം നമുക്ക് കടൽ കാണാൻ പോവാം. ഇവിടെ നല്ലൊരു ബീച്ചുണ്ട്. ഇത്തിരി നേരം തിരയണി കഴിയുമ്പോഴേ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ, അതും തട്ടുകടയിൽ നിന്ന്. അത് കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ്, ശേഷം ഡിന്നറും കഴിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. പിന്നെ സുഖമായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ആൻ മരിയ ഫിലിപ്പ് അങ്ങ് US പറക്കുന്നു. ഇതൊക്കെ അവൻ എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നതെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിൽ അവനെല്ലാം നിസ്സാരമാണല്ലോ, താൻ മാത്രമാണല്ലോ എല്ലാം കാര്യമായി കണ്ടിട്ടുള്ളൂ. ഒന്ന് ദീർഘമായി വിശ്വസിച്ചു അവൾ അവിടെ നിന്ന് പോയി. ഏറെ നേരം അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. ദേവ് പറഞ്ഞതുപോലെ പിറ്റേന്ന് രാവിലെ തന്നെ ആനനെയും കൊണ്ട് യാത്ര തിരിച്ചു. ആനന്ദിന് കറങ്ങാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നു. എന്നാലും അത്രയും നേരം അവൻ്റെ കൂടെ ചിലവഴിക്കാമല്ലോ എന്നോർത്ത് പോയതാണ്. പറഞ്ഞതുപോലെ തന്നെ ആദ്യം അവളെയും കൊണ്ട് പോയത് ചർച്ചിലേക്കായിരുന്നു. പ്രാർത്ഥിക്കാൻ അവൾക്കൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പോൾ കർത്താവിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞാലും കർത്താവ് പോലും കൈ മലർത്തും എന്നവൾക്ക് നന്നായിട്ട് അറിയാം. നാളെയാണ് തനിക്ക് പോവേണ്ടത്. എന്നിട്ടും നീ പോകരുതെന്ന് പറയുന്നതിന് പകരം ആള് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ താൻ എന്ത് പ്രാർത്ഥിക്കാൻ? പള്ളിയിൽ നിന്നിറങ്ങി സിനിമയ്ക്ക് പോയപ്പോഴും ബീച്ചിലേക്ക് പോയപ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഒന്നും അവൾക്ക് മനസ്സ് തുറന്ന് ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. ഓരോ നിമിഷവും കടന്നു പോകുമ്പോഴും അവൾ ആഗ്രഹിച്ചു പോവുകയായിരുന്നു. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മോ എന്ന് അവൻ്റെ നാവ് കൊണ്ട് ഒന്ന് കേട്ടിരുന്നെങ്കിലെന്ന്. പക്ഷെ അവൻ്റെ മനസ്സിൽ അന്നേരം പ്രണയം പോയിട്ട് ദയയുടെ ഒരു കണിക പോലും ഇല്ലായിരുന്നു. വീട്ടിലെത്തിയിട്ട് ഉറങ്ങാൻ നേരമെങ്കിലും ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്നേഹചുംബനം ചാർത്തിയിരുന്നെങ്കിൽ. ഒരു നിമിഷം അവൾ ആഗ്രഹിച്ചു പോയി. ആലോചനക്കൊടുവിൽ തിരിഞ്ഞു കിടന്ന ദേവിനെ ഒന്ന് നോക്കിയതും ആൾ നല്ല ഉറക്കത്തിലാണ്. എല്ലാം തൻ്റെ ആഗ്രഹം മാത്രമാണ്. അവന് തന്നോട് പ്രണയം പോയിട്ട് ഒരിറ്റ് സ്നേഹം പോലും ഇല്ല എന്നവൾക്ക് ബോധ്യമായി. കഴുത്തിലെ താലയിൽ മുറുക്കി പിടിച്ച് കണ്ണിറുക്കി അടച്ചു. കരച്ചിലിൻ്റെ വക്കിലെത്തിയതും എങ്ങനെയൊക്കെയോ കരയാതിരിക്കാൻ ശ്രമിച്ചു. തൊണ്ടയിൽ ഗദ്ഗതം കുടുങ്ങി. ഒടുവിൽ എങ്ങനെയൊക്കെയോ നിദ്രയെ പുൽകി. പിറ്റേന്ന് രാവിലെ എല്ലാവരോടും യാത്ര പറഞ്ഞു ദേവൻ്റെ കൂടെ തന്നെയാണ് എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചത്.
സ്റ്റീരിയോയിൽ നിന്ന് ഉയരുന്ന അടിപൊളി പാട്ടിനെ സ്റ്റിയറിംഗിൽ താളം പിടിക്കുകയാണ് ദേവ്. അത് കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും സങ്കടം വന്നു. ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യോ പ്ലീസ്. എന്തു പറ്റി, പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അവൾ പറഞ്ഞതിനർത്ഥം മനസ്സിലാവാത്തതുപോലെ നടിച്ചു ദേവ് ചോദിച്ചു. മറുപടിയായി ആൻ ഒന്നും മിണ്ടിയില്ല. വേറെ പാട്ട് വെക്കട്ടെ? ദേവ് വീണ്ടും ചോദിച്ചു. ദേവേട്ട പ്ലീസ്, എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ ക്രൂരരാകാൻ പറ്റുന്നത്? ഞാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും എന്നോട് സ്നേഹത്തോട് എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കുക കൂടി ചെയ്യായിരുന്നു. എൻ്റെ മനസ്സ് നിറയെ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും എന്തിനാ എന്നെ പറഞ്ഞയക്കുന്നത്? വിതുമ്പിക്കൊണ്ട് ചോദിക്കുന്നവൾക്ക് ഒരു പുഞ്ചിരി മാത്രം നൽകി അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തി. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, ഈ മൗനം. അത് കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഒന്നുകിൽ വാ തുറന്ന് പറ, നിന്നെ എനിക്കിഷ്ടമല്ലെന്ന്, എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടെന്ന്. ശരി, പറഞ്ഞേക്കാം, നിന്നെ എനിക്കിഷ്ടമല്ല. എനിക്ക് വേണ്ടി നിന്റെ ജീവിതം വെറുതെ കളയുന്നതിനോട് എനിക്കൊരു താല്പര്യവുമില്ല. അവൻ തീർത്തും പറഞ്ഞു. അത് കേട്ടതും ആൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. ഒഴുകാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തി പുറം കാഴ്ചകളിലേക്ക് മിഴികൾ നട്ടിരുന്നു. ഇറങ്ങ്. എയർപോർട്ടിലെത്തിയതും ദേവ് ആനിന് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ദേവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ ഒരുങ്ങവേ ആൻ അവൻ്റെ ഇടത് കൈയിൽ പിടിമുറുക്കി. ദേവേട്ട പ്ലീസ്, ഞാൻ പോണില്ല. എനിക്ക് പറ്റില്ല, അതുകൊണ്ടാ. എന്ത് പറ്റില്ലെന്ന്? ദേവേട്ട, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ലെന്ന്. അതൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞേ ശരിയായിക്കോളൂ. നീ കൈവിട്ടേ, എന്നിട്ടേ പെട്ടെന്ന് ഇറങ്ങേ. ദേ സമയം പോണു. ശരി, ഇറങ്ങാം. അതിനു മുൻപേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞവൻ്റെ കണ്ണുകളിലേക്ക് ദൃഷ്ടിയോനി പറഞ്ഞു. ഐ ലവ് യു ദേവേട്ട. ഞാൻ കാത്തിരിക്കും. ജീവിതാവസാനം വരെ ഈ താലി എൻ്റെ കഴുത്തിൽ കാണും. ഞാൻ പോവാ എന്നും പറഞ്ഞു അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റ് അവന് നേരെ നീങ്ങി അവൻ്റെ കവളിൽ ചുണ്ട് ചേർത്ത് ധൃതിയിൽ പുറത്തിറങ്ങി. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല എന്നവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചില്ല. തിരിഞ്ഞു നോക്കാതെ എയർപോർട്ടിനുള്ളിലേക്ക് കയറി. ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോകുന്നതിന് മുന്നേയായി കയ്യിലെ ഹാൻഡ് ബാഗിൽ നിന്നും പാസ്പോർട്ടും വിസയും എടുത്തു വെക്കാൻ വേണ്ടി ബാഗിനകത്ത് തിരയുകയാണ് ആൻ. എല്ലാം ഹാൻഡ് ബാഗിൽ ഉണ്ടെന്നാണ് ദേവ് പറഞ്ഞത്. പിന്നെ ടെൻഷൻ കാരണം അവളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അതൊന്നും ബാഗിൽ കാണാനിട്ട് ദേവിനെ വിളിച്ചു നോക്കിയതും ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു. അവനോട് ചോദിക്കാമെന്ന് കരുതി പുറത്തിറങ്ങിയതും ആളുടെ പൊടി പോലും അവിടെ ഇല്ലായിരുന്നു. അവിടെ മുഴുവൻ നോക്കിയെങ്കിലും അവനെ എങ്ങും കണ്ടില്ല. സങ്കടവും ദേഷ്യവും കാരണം കണ്ണ് നിറയാൻ തുടങ്ങി. ഒരു ബാധ്യത ഒഴിവാക്കും പോലെ തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ശരീരം തളരുന്നത് പോലെ തോന്നിയതും വീഴാതിരിക്കാൻ അവൾ പാടുപെട്ടു. ലഗേജൊക്കെ എടുത്തുകൊണ്ടുവന്നു. എയർപോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഗാർഡനിലെ സിമൻറ്റ് ബെഞ്ചിൽ കുറേ നേരം അങ്ങനെ കണ്ണടച്ചിരുന്നു. ആരുടെയോ ചുടുനിശ്വാസം കാതിൽ പതിഞ്ഞതും ഒരുതരം പിടിച്ചിലൂടെ കണ്ണ് വലിച്ചു തുറന്നു നോക്കി. ചുണ്ടലൊളിപ്പിച്ച പുഞ്ചിരിയാലെ തന്നെ ഉറ്റുനോക്കുന്നവനെ കണ്ടതും അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവനെ ദഹിപ്പിച്ചു നോക്കി മുഖം തിരിച്ചു. അന്നമ്മോ, പിണക്കാണോടി? അവളൊന്നും മിണ്ടിയില്ല. അന്നക്കൊച്ചു ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്നും പറഞ്ഞ് ദേവ് അവളോട് ചേർന്നിരുന്നു. അന്നേരം അവൾ നീങ്ങിയിരുന്നു. ദേവ് വീണ്ടും ചേർന്നിരുന്നു. അവൾ വീണ്ടും നീങ്ങിയിരുന്നു. രണ്ടുപേരും ഇത് തുടർന്നു. അവസാനം ഞാൻ താഴെ വീഴുമെന്നായപ്പോൾ അവളെ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതും ദേവ് അവളുടെ കൈ പിടിച്ചു വലിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ നേരെ ചെന്ന് വീണത് അവൻ്റെ മടിയിലാണ്. ഞാനില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എങ്ങോട്ടായി പോണത്? അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ പിടി അത്രയ്ക്കും ശക്തമായിരുന്നു. സോറി. അവളുടെ കാതോർ അവൻ്റെ ശബ്ദം പതിഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തിനാ എന്നെ ഇത്രയും നേരം തീറ്റിച്ചത്? ഒന്ന് പറയായിരുന്നില്ലേ? ഞാൻ ഹൃദയം പൊട്ടി മരിച്ചിരുന്നെങ്കിലോ? നിങ്ങൾക്കറിയോ, എനിക്കൊരു മേജർ ഹാർട്ട് സർജറി കഴിഞ്ഞതാ. അതെനിക്കറിയാലോ. ദേവൻ അവളുടെ മൂക്ക് പിടിച്ച് വലിച്ചു പറഞ്ഞു. അറിയാന്നോ? എങ്ങനെ അറിയാം? ഞാൻ കണ്ടതാണല്ലോ അവിടെ വലിയൊരു മുറിവ്. അത് കേട്ടതും അവളുടെ കണ്ണ് മെഴിഞ്ഞു വന്നു. എങ്ങനെ കണ്ടതാ? തെറ്റിദ്ധരിക്കണ്ട. സ്വിമ്മിംഗ് പൂളിൽ അന്ന് വീണില്ലേ, അന്ന് നിനക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരുമ്പോൾ കണ്ടതാ. എനിക്ക് നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തന്നു? ആനെന്ന് വിശ്വസിക്കാനായില്ല. ഓ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെ BP കൂട്ടല്ലേ. വേണ്ട, എനിക്ക് മനസ്സിലായില്ല എന്നും പറഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങി. ആൻ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഞാൻ കണ്ടില്ലെന്നേ. ജസ്റ്റ് ആ മുറിവ്, അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്നും പറഞ്ഞ് അന്ന് നടന്ന സംഭവം അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടാണോ എന്നെ വേണ്ടെന്ന് വെച്ച് പറഞ്ഞയക്കുന്നത്? ആ മുറിവുള്ളത് എവിടെയാണെന്ന് എനിക്കും നിങ്ങൾക്കും നന്നായിട്ടറിയാം.
അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു. അതിനെന്താ? എന്താണോ കുന്തം? എന്നെ ഭാര്യയായി കാണാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എപ്പോൾ പറഞ്ഞു? ദേവ് ചിരി ഉള്ളിലൊതുക്കി ചോദിച്ചു. പറഞ്ഞതാ, പല തവണ പറഞ്ഞതാ. എന്നാൽ ഇപ്പം മാറ്റി പറയട്ടെ. എന്ത്? ആൻ സംശയത്തോട് ചോദിച്ചു. കുന്തം. ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് മനസ്സിലായില്ല? അതോ എൻ്റെ നാവിൽ നിന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടോ? എന്തായാലും ഇപ്പം മോളത് കേൾക്കണ്ട. അല്ലാതെ വിശ്വസിക്കുന്നുണ്ടെങ്കിലേ വിശ്വസിച്ചാൽ മതി എന്നും പറഞ്ഞ് അവളുടെ കാതിലൊന്ന് മുത്തി. അതെ, ഇനി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മതി ഈ തൊടലും പിടിക്കലൊക്കെയും. ഇല്ലെങ്കിൽ എപ്പോഴേലും എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ പറഞ്ഞാലോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടമാണെന്ന്? ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ. എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റു എന്നല്ലാതെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ അവിടെ നിന്ന് കുഴങ്ങി. വണ്ടിയാണെങ്കിൽ എവിടെയാണെന്നും അറിയില്ല. ചോദിക്കാന്ന് വെച്ചാൽ അഭിമാനം അനുവദിക്കുന്നില്ല. പിന്നെ ഒന്നും മിണ്ടാതെ അവനെ ശ്രദ്ധിക്കാതെ അവിടെ നിന്നു. ഇടയ്ക്കിടെ ഒളി കണ്ടിട്ട് അവനെ നോക്കും. അവൻ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായ നോട്ടം മാറ്റും. അവളുടെ പ്രവൃത്തികൾ കണ്ട് ദേവിന് ചിരി വരുന്നുണ്ടായിരുന്നു. ചിരി അടക്കി പിടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു, വാ പോവാം. അവളാണെങ്കിൽ കേട്ട ഭാവം നടിക്കാതെ അവിടെ തന്നെ നിന്നു. ഇത് കേട്ട ദേവൻ അവളെ ശ്രദ്ധിക്കാതെ നടക്കാൻ തുടങ്ങി. അവൻ നടക്കുന്നത് കണ്ടതും ആൻ വിചാരിച്ചു, ഇനിയും ഡിമാൻഡ് കാണിച്ചാൽ അവനിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് മനസ്സിൽ കരുതി ട്രോളി ബാഗും കയ്യിൽ പിടിച്ചു അവന് പിന്നാലെ വെച്ച് പിടിച്ചു. അവനോടൊപ്പം എത്താൻ അവൾ നന്നേ പാടുപെട്ടു. ഒടുവിൽ വണ്ടിക്കരികിലെത്തിയതും അവൻ പറയാനൊന്നും കാത്തു നിൽക്കാതെ ഡോറും തുറന്ന് വണ്ടിയിൽ കയറി. അതെ, എൻ്റെ ലഗേജ് എടുത്ത് വെച്ചേക്ക് എന്നവൾ പറഞ്ഞതും, ആഹാ, ഒന്നും മടിയിൽ കയറ്റി വെച്ചപ്പോഴേക്കും പെണ്ണ് ഈ രീതിയിലാണെങ്കിൽ വൈകാതെ എൻ്റെ തലയിൽ കയറി നിറങ്ങും. അതും മനസ്സിൽ കരുതിയവൻ അവളുടെ ലഗേജ് ഡിക്കിയിൽ വെച്ച് ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ആൻ, ആ സീറ്റ് ബെൽറ്റ് ഇട്ടേക്ക്. ദേവ് പറഞ്ഞത് കൂട്ടാക്കാതെ ആൻ പുറത്തേക്ക് ദൃഷ്ടിയൂന്നിയിരുന്നു. ആൻ പറഞ്ഞത് കേട്ടില്ലേ? എന്നിട്ടും അവൾ കേട്ട ഭാവം നടിച്ചില്ല. അതോടെ ദേവ് തൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളിരിക്കുന്ന സീറ്റിലെ ബെൽറ്റ് വലിച്ചു കയ്യിൽ പിടിച്ച ശേഷം അവളുടെ കാതോരം പറഞ്ഞു, അതെ, എനിക്ക് ചില കോന്തം കെട്ടിയവന്മാരെ പോലെ മോളെ, മുത്തേ, ചക്കരെ, വാവേ എന്നൊക്കെ വിളിച്ച് ഭാര്യയുടെ പിറകെ നടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. റൊമാൻസൊന്നും എനിക്ക് തീരെ വശമില്ല. അതുകൊണ്ട് അന്നെ കൊച്ചു മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളെങ്കിൽ എൻ്റെ ഹൃദയവാദം ഞാൻ തുറന്നുതരാം. അല്ലെങ്കിൽ ദേ ഇപ്പോൾ ഇവിടെ ഇറങ്ങാം. ദേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, പെട്ടെന്ന് തീരുമാനിക്കണം എന്നും പറഞ്ഞ് അവൻ അവളുടെ തോളിൽ മുഖമുരസിയതും അവളുടെ ശരീരം വിറപ്പുണ്ടു. ശ്വാസമെടുക്കാൻ പോലും അവളുടെ നേരം മറന്നുപോയി. എന്ത് തീരുമാനിച്ചു? ഇറങ്ങുന്നോ? അവളൊന്നും മിണ്ടിയില്ല. എന്നാ വണ്ടി വിടട്ടെ? അവൾ ശരി എന്ന അർത്ഥത്തിൽ തലയനക്കി. ഗുഡ്. ഇനി എന്നോട് പെട്ടിയെടുക്കാൻ പറയുമോ? ഇല്ല എന്ന പോലെ അവൾ വീണ്ടും തലയനക്കി. വെരി ഗുഡ്. പെൺപിള്ളേരായാൽ ഇങ്ങനെ വേണം. ദേവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടി സീറ്റ് ബെൽറ്റിൻ്റെ ക്ലിപ്പിട്ട് അവൻ്റെ സീറ്റിൽ വന്നിരുന്നു. അതെ, എനിക്കധികം വെയിറ്റൊന്നും പറ്റില്ല. അതാ ഞാൻ പെട്ടിയെടുക്കാൻ പറഞ്ഞത്. ആൻ പതിഞ്ഞ സ്വരത്തെ പറഞ്ഞു. അയ്യോ, അങ്ങനെയാണോ? പിന്നെ നീ എങ്ങനെ എന്നെ താങ്ങും എന്ന് പറഞ്ഞ് അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അവൻ പറഞ്ഞത് കേട്ടതും അവളാകെ കിളിപ്പോയി അവനെ തന്നെ നോക്കിയിരിപ്പാണ്. ഹലോ, കുറേ നേരമായാലോ എൻ്റെ വായി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്? അല്ല, ഹാർട്ട് സർജറി നടത്താൻ മാത്രം എന്ത് പറ്റിയതാ തനിക്ക്? അക്കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതെനിക്ക് ശരിക്കും അറിയില്ല. പപ്പയാ പറഞ്ഞത് എന്തോ വലിയ സർജറി എനിക്ക് നടന്നു എന്നൊക്കെ. അതെന്താ നിനക്കറിയാത്തത്? ദേവ് അവളുടെ ഉത്തരം എന്താണെന്നറിയാൻ കാതോർത്തിരുന്നു. അതും എനിക്കറിയില്ല. ആഹാ, അതുകൊള്ളാം. എന്ത് ചോദിച്ചാലും അറിയില്ലെന്ന്. സത്യം ഞാൻ പറഞ്ഞത്. എനിക്കൊരു ആക്സിഡൻറ്റ് നടന്നെന്നും ഓർമ്മ പോയെന്നും ഒക്കെ പപ്പ പറഞ്ഞിരുന്നു. പഴയതൊന്നും എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റുന്നില്ല. പപ്പ പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുള്ളൂ എന്നും പറഞ്ഞ് കണ്ണടിച്ച് സീറ്റിൽ ചാരിയിരുന്നു. പെട്ടെന്ന് അവളുടെ മുഖത്താകെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഒന്നും ചോദിക്കണ്ടായിരുന്നു എന്നവന് തോന്നി. പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ദേവ് ഒന്നും മിണ്ടിയില്ല. ആൻ ആൻ ദേവിൻ്റെ ശബ്ദമാണ് ആനിനെ മയക്കത്തിൽ നിന്നുണർത്തിയത്. അവൾ ചുറ്റും നോക്കി. അപരിചിതമായ സ്ഥലം കണ്ടതും അവൾ ദേവിനെ ഒന്ന് നോക്കി. ദേവേട്ട, ഇതെവിടെയാ? വണ്ടിയിൽ നിന്നിറങ്ങി ആൻ മുന്നിൽ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇത് നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവാണ്. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പ കരുതി നിന്നെയും കൂടെ കൂട്ടാന്ന്. ഓ, എന്തൊരു ഭംഗി ഇവിടേക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആണോ? എന്നാൽ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് അകത്ത് കയറി. മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്കാണ് ദേവ് ആനനെയും കൊണ്ട് ചെന്നത്. നീ പെട്ടെന്ന് ഫ്രഷായി താഴേക്ക് വാ, എനിക്ക് അർജൻറ്റായി കുറച്ച് കോൾ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് ദേവ് മുറി വിട്ടിറങ്ങി.
തൻ്റെ ലഗേജിൽ നിന്ന് ഒരു സ്കേർട്ടും ടോപ്പും എടുത്ത് ഫ്രഷ് ആവാനായി പോയി. തിരികെ വന്ന് മുടി ഉണക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാൽക്കണി ഡോർ കാണുന്നത്. അതും തുറന്ന് നോക്കിയതും മുല്ലപ്പൂവിൻ്റെ ഗന്ധം അവളുടെ നാസിക തുളച്ചു കയറി. ബാൽക്കണിയോട് ചേർന്ന് പടർത്തിയിരിക്കുന്ന മുല്ലവള്ളിയിലേക്ക് അവളുടെ നോട്ടം ചെന്നെത്തിയതും അവളുടെ മുഖം വിടർന്നു. അങ്ങോട്ട് നടക്കാനൊരുങ്ങുകയാണ് കുഞ്ഞെ എന്നൊരു വിളി കേൾക്കുന്നത്. വിളി കേട്ട് തിരിഞ്ഞു നോക്കി ഞാനൊരു മധ്യവയസ്കയായ സ്ത്രീയെ കണ്ടതും അവരെ നോക്കി ചിരിച്ചു. കുഞ്ഞെ, ദേവൻ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക എന്നും പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. ബാൽക്കണി ഡോറും അടച്ച് ധൃതിയിൽ താഴേക്ക് ചെന്നു. തീന്മേശയിൽ നിരത്തിയ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിലേക്കും തൻ്റെ വരവും കാത്തിരിക്കുന്ന ദേവൻ്റെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. ദേവൻ്റെ അരികിൽ ചെന്ന് അവന് പുഞ്ചിരി നൽകി ടേബിളിൽ കാണുന്ന പ്ലേറ്റ് എടുത്ത് അവന് വിളമ്പിക്കൊടുക്കാൻ ഒരുങ്ങിയതും അവളെ പിടിച്ചു മടിയിലെത്തിയതും അവൻ്റെ കണ്ണ് മിഴിഞ്ഞു വന്നു. ദേവേട്ട, എന്താ ഇത്? ആരെങ്കിലും കാണും? ആര് കാണാൻ? ഇവിടെ ആരുമില്ല. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അടങ്ങിയിരുന്നു, ഇല്ലെങ്കിൽ ദേ എൻ്റെ കൈ അടങ്ങിയിരുന്നെന്ന് വരില്ല എന്നും പറഞ്ഞ് അവളുടെ വയറിലൊന്ന് നുള്ളി. നിങ്ങൾക്കിങ്ങനെ നുള്ളാനും കടിക്കാനും മാത്രമേ അറിയുള്ളൂ? എനിക്ക് വേദനിച്ചുട്ടോ. അത് കേട്ടതും ദേവിൻ്റെ കൈകൾ അവളുടെ വയറിനെ പതിയെ തലോടി തുടങ്ങി. ചുഴുക്ക് ചുറ്റും കളം വരച്ചതും അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ മുറുകിയിരുന്നു. ഇനിയും എനിക്ക് എന്തൊക്കെ അറിയുമെന്ന് കാണിച്ചു തരട്ടെ എന്നവൻ കാതിൽ പറഞ്ഞതും അവൾ വേണ്ട എന്ന പോലെ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ഇതിനു മുൻപ് അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്നിപ്പോൾ അവൻ്റെ കൈകൊണ്ട് വാരിക്കൊടുത്ത ഭക്ഷണം കഴിച്ചതും അവളുടെ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. ഭക്ഷണത്തിൻ്റെ രുചിക്കൊപ്പം അവൻ്റെ പ്രണയത്തിൻ്റെ രുചി കൂടി അതിൽ കലർന്നിരുന്നു. എടോ, അതവളാണെന്ന് തനിക്ക് ഉറപ്പാണോ മഹേഷ്? ഫോൺ ചെവിയോട് അടുപ്പിച്ച് അയാൾ പതുക്കെ ചോദിച്ചു. അതേ വിനയ്, അത് അവൾ തന്നെയാ, തൻ്റെ പെങ്ങൾ വൃന്ദ. ഞാൻ എയർപോർട്ടിൽ വെച്ച് അവളെ ശരിക്കും കണ്ടതാ. അവളെ ഫോളോ ചെയ്ത് പുറത്തിറങ്ങിയതുമാണ്. അപ്പോഴാണ് അവൾ എഴുത്തിൻ്റെ കൂടെ വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടത്. ഇരുവരുടെയും പെരുമാറ്റം കാട്ടിട്ട് അവൾക്ക് വേണ്ടപ്പെട്ട ആരോ ആണെന്ന് തോന്നിപ്പോവും. വേണ്ടപ്പെട്ടവരോ? അവൾക്ക് വേണ്ടപ്പെട്ടവരുള്ളത് ഇവിടെയാണ്, ഇവിടെ മുംബൈയിൽ. ഇടുവോ, അവളുടെ കാമുകൻ അല്ലെങ്കിൽ ഭർത്താവ്, രണ്ടിൽ ആരോ ഒരുവനാണവൻ. എയർപോർട്ടിൽ വെച്ച് ദേവുമാനും തമ്മിൽ നടന്ന സ്നേഹപ്രകടനങ്ങൾ വിനയനോടും അവൻ പറഞ്ഞു. മതി, എനിക്കൊന്നും കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് എനിക്ക് അവളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വേണം. ചത്തു തുറന്നെന്ന് കരുതിയതാ. ഇതിപ്പോൾ അവൾ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉള്ള സമാധാനവും പോയി കിട്ടി. അവളിനെ അറിഞ്ഞു കാണുമോ ഞാനാണ് അവളെ കൊല്ലാൻ വിട്ടതെന്ന്? വിനയ് തൻ്റെ ഉള്ളിലെ സംശയം മഹേഷുമായി പങ്കുവച്ചു. അതെങ്ങനെ അറിയാനാണ്? ബാംഗ്ലൂരിൽ വെച്ചാണ് അവൾ വെടിയേക്കുന്നത്. അതുമല്ല, തൻ്റെ സ്നേഹനിധിയായ ചേട്ടായി ഒരിക്കലും തന്നെ കൊല്ലില്ല എന്നവൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടാവും. അത്രയ്ക്കും സ്നേഹമായിരുന്നല്ലോ പെങ്ങളോട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ വിനയ്, തനിക്ക് എങ്ങനെ അത്രയും സ്നേഹിച്ച പെങ്ങളെ കൊല്ലാൻ തോന്നി? മഹേഷിൻ്റെ ചോദ്യം കേട്ട് വിനയിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് പൊട്ടിച്ചിരിയായിരുന്നു. ചിരി നിർത്തിയ വിനയ് മഹേഷിനോടായി പറഞ്ഞു. നീ ആദ്യം അവളെ എൻ്റെ മുന്നിൽ എൻ്റെ പഴയ വൃന്ദയായി എത്തിച്ചു തരണം. ഞാൻ വൈകാതെ അങ്ങോട്ട് വരുന്നുണ്ട്. അവൾ മരിക്കാത്തത് ഒരു കണക്കിന് ഗുണമായി. അവളെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്നും പറഞ്ഞു ഇരുവരും കോൾ അവസാനിപ്പിച്ചു. സന്ധ്യ ആയതോടെ മുല്ലമുട്ടുകളൊക്കെ ചെറുതായി വിരിഞ്ഞു തുടങ്ങി. പൂക്കളുടെ ഗന്ധം മൂക്കിൽ തുളച്ചു കയറിയതും ആൻ ബാൽക്കണിയിൽ ചെന്ന് മുല്ലമുട്ടുകൾ പറിച്ചെടുക്കാൻ തുടങ്ങി. താഴെയുള്ള പൂക്കളൊക്കെ പറിച്ചെടുത്തതും ആനിൻ്റെ കണ്ണുകൾ കയ്യെത്താ ദൂരത്തുള്ള പൂക്കളിൽ ഉടക്കി. അവിടെയുള്ള കസേര നീക്കി വെച്ച് അതിൽ കയറി പൂക്കൾ ഓരോന്നും നുള്ളിയെടുക്കാൻ തുടങ്ങി. ആരോ കസേരയിൽ പിടിച്ചു കുലുക്കിയതും ആൻ പേടിച്ചു. കയ്യിലെ പൂക്കളൊക്കെ വഴുതി വീണു. അത് ദേവാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ കാലിൽ മെല്ലെ ഇക്കിൾ കൂട്ടിയതും കാലിടറി അവൾ ദേവിൻ്റെ മേലേക്ക് വീണു. അവളെ വീഴാതെ അവൻ ഇറക്കി പിടിച്ചു. ദേവിയുടെ താഴെ ഇറക്ക്. ഇല്ലല്ലോ. ഇറക്കെന്ന്. ഇല്ലെന്ന്. എന്തിനാ ഇതിന് മേലെ കയറിയത്? എനിക്ക് പൂക്കൾ ഒത്തിരി ഇഷ്ടമാണ്, അതാ ഞാൻ. എന്നേക്കാളേറെ ഇഷ്ടമാണോ? അങ്ങനെ ചോദിച്ചാൽ രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. അത് പറ്റില്ല, ഏതെങ്കിലും ഒന്നേ പറയാൻ പറ്റുള്ളൂ. ദേവ് വിടാൻ തയ്യാറല്ല. അത് പറ. ഇത്തിരി കൂടുതൽ ഇഷ്ടം പറ, ഞാൻ കേൾക്കട്ടെ. ഇത്തിരി കൂടുതൽ ഇഷ്ടം മുല്ലപ്പൂക്കളെയാ എന്നും പറഞ്ഞ് അവൻ്റെ കവിളിൽ ഒരു കടി കൊടുത്തു. അതോടെ അവൻ അവളെ താഴെ ഇറക്കി കവിൾ തൊട്ടു. അന്നേരം ആൻ അവിടെ നിന്ന് മുറിയിലേക്ക് ഓടി. പിന്നാലെ ദേവും. ആൻ ഓടരുത്, നിൽക്ക്, ഞാനൊന്നും ചെയ്യില്ല. ഇല്ല, ദേവേട്ടൻ എന്നെ പറ്റിക്കുന്നതാ. ഇല്ല ആൻ, സത്യം, മതി ഓടിയത്. അത് കുഴപ്പമില്ലെന്ന്, നമുക്കിങ്ങനെ ഓടിക്കളിക്കാണ് എന്നും പറഞ്ഞാൽ വീണ്ടും ഓടാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൾ നെഞ്ചിൽ കൈവച്ച് ഓട്ടം നിർത്തിയത്. അവൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട ദേവൻ അവളുടെ അരികിൽ ചെന്ന് അവളെയും കോരിയെടുത്ത് ബെഡിൽ കിടത്തി. ആനിൻ്റെ കൈ അവളുടെ നെഞ്ചിൽ അമരുന്നത് കണ്ടതും
ദേവിൻ്റെ മുഖത്ത് ദേഷ്യം നിഴലിച്ചു. ഞാൻ പറഞ്ഞതല്ലേ ഓടേണ്ടെന്ന്, ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന വിചാരം എന്നും പറഞ്ഞ് അവളുടെ കൈ എടുത്തു മാറ്റി. നല്ല വേദനയുണ്ടോ എന്നും പറഞ്ഞ് അവളുടെ നെഞ്ചിൽ കൈവച്ചു. ഇല്ല ദേവേട്ട, ചെറിയ വേദന. അത് കുഴപ്പമില്ല, ഇടയ്ക്കിടെ ഇങ്ങനെ വരാറുണ്ട്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, മുല്ലപ്പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവളെ പൊതിഞ്ഞു പിടിച്ചു. ദേവേട്ട, ഒന്ന് ചോദിച്ചോട്ടെ? ഇന്നിനി സംസാരം വേണ്ട, നാളെ രാവിലെ നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരാം എന്നും പറഞ്ഞു അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി ആ ഇരുകണ്ണു അടച്ചു ആ ചുംബനത്തെ സ്വീകരിച്ചു. ദേവേട്ട, അവൻ്റെ നെഞ്ചോരം ചേർന്ന് അവൾ പതിയെ വിളിച്ചു. എന്താടി? ഒന്നുമില്ല എന്നും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി. അന്നമ്മോ, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വന്നേക്കരുത്. നിന്നെ കൊണ്ട് ഇപ്പോൾ ഒന്നും താങ്ങില്ല, അതുകൊണ്ട് നമുക്ക് അക്കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് നോക്കാം. അയ്യേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഒന്ന് പോവാ അവിടുന്ന്. അന്ന കൊച്ചിൻ്റെ മുഖം കണ്ടാൽ അറിയാലോ ഉദ്ദേശം എന്താണെന്ന്. ഒന്ന് പോ ദേവേട്ട എന്നും പറഞ്ഞ് അവൾ മുഖം വേർപ്പിച്ചു. പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. മേജർ ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരാൾക്ക് ഇക്കാര്യത്തിൽ ചില പരിമിതികളുണ്ട്. എങ്ങാനും ക്യാരിങ് ആയാലേ അത് നിന്റെ ജീവനെ തന്നെ ബാധിക്കും. എനിക്ക് നിന്നെ മാത്രം മതി, അതുകൊണ്ട് അന്നമ്മ ദയവ് ചെയ്ത് എന്നെ ഓരോന്ന് കാട്ടി പ്രലോഭിപ്പിക്കരുത്. നമുക്ക് കുറച്ച് കാലം ഇങ്ങനെ പോവാം എന്നും പറഞ്ഞ് അവളെ വീണ്ടും പൊതിഞ്ഞു പിടിച്ചു.